കിരിയും മേഘവ്യാളിയും. കിഴക്ക് ഹിമാലയത്തിലെ മനോഹരമായ ഒരു ഗ്രാമത്തിൽ കിരി എന്നൊരു പെൺകുട്ടി താമസിച്ചിരുന്നു. അവൾക്കൊരു രഹസ്യമുണ്ടായിരുന്നു. മറ്റാർക്കും കാണാൻ കഴിയാത്ത ഒരു വലിയ കൂട്ടുകാരൻ അവൾക്ക് ആകാശത്തുണ്ടായിരുന്നു, മേഘങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ വ്യാളി. ആ മേഘവ്യാളി ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നില്ല. പഞ്ഞി പോലെയുള്ള മേഘങ്ങൾ കൊണ്ടായിരുന്നു അതിന്റെ ശരീരം. അതിന്റെ കണ്ണുകൾ നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങി. എല്ലാ ദിവസവും രാവിലെ കിരി അവനെ നോക്കി കൈവീശി കാണിക്കുമായിരുന്നു. എന്നാൽ ആ വേനൽക്കാലത്ത് മഴ പെയ്തില്ല. പുഴകൾ വറ്റി, പൂക്കൾ വാടി, ഗ്രാമത്തിലുള്ളവരെല്ലാം വിഷമത്തിലായി. ഭൂമി വിണ്ടുകീറി വരണ്ടുണങ്ങി. എന്തെങ്കിലും ചെയ്യണമെന്ന് കിരിക്ക് തോന്നി. അവൾ ആകാശത്തേക്ക് നോക്കിയപ്പോൾ അവളുടെ കൂട്ടുകാരനായ മേഘവ്യാളി പതിവിലും ചെറുതായും വിഷാദത്തോടെയും കാണപ്പെട്ടു. അവനോട് സഹായം ചോദിക്കണം അവൾ തീരുമാനിച്ചു. കിരി ഏറ്റവും ഉയരമുള്ള കുന്നിൻ മുകളിലേക്ക് ഓടിക്കയറി. പ്രിയപ്പെട്ട മേഘവ്യാളി, അവൾ ഉറക്കെ വിളിച്ചു. എന്റെ ഗ്രാമം ദാഹിച്ചിരിക്കുന്നു. പൂക്കൾ വാടുന്നു. ദയവായി അങ്ങ് ഞങ്ങൾക്ക് മഴ തരുമോ? അപ്പോൾ ദൂരെ നിന്നുള്ള ഇടിമുഴക്കം പോലെ മൃദുവായ ഒരു ശബ്ദം അവൾ കേട്ടു. കുഞ്ഞുകിരി വ്യാളി സങ്കടത്തോടെ പറഞ്ഞു, എനിക്ക് സഹായിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ലോകം മഴയ്ക്കായി എങ്ങനെ ചോദിക്കണമെന്ന് മറന്നുപോയിരിക്കുന്നു. ഒരാളുടെ ശബ്ദം മാത്രം മതിയാവില്ല. അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? കിരി ചോദിച്ചു. വ്യാളി വിശദീകരിച്ചു. മഴ എല്ലാവർക്കുമുള്ള ഒരു സമ്മാനമാണ്. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് തുറന്ന ഹൃദയത്തോടെയും കൈകളോടെയും ചോദിക്കണം. കിരിക്ക് കാര്യം മനസ്സിലായി. അവൾ ഗ്രാമത്തിലേക്ക് ഓട്ടി. കിരി ഗ്രാമവാസികളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി. നമ്മൾ ഒരുമിച്ച് ആകാശത്തോട് സഹായം ചോദിക്കണം, അവൾ പറഞ്ഞു. കണ്ണുകളടച്ച് കൈകൾ ആകാശത്തേക്കുയർത്തി. തണുത്ത മഴയെക്കുറിച്ച് ഓർക്കൂ. ആദ്യം ഗ്രാമവാസികൾക്ക് സംശയമായിരുന്നു. പക്ഷേ കിരിയുടെ വിശ്വാസം കണ്ടപ്പോൾ അവരെല്ലാം അവൾ പറഞ്ഞതുപോലെ ചെയ്തു. ഓരോ പുരുഷനും സ്ത്രീയും കുട്ടിയും മുഖവും കൈകളും ആകാശത്തേക്ക് ഉയർത്തി നിന്നപ്പോൾ ഗ്രാമത്തിൽ ഒരു നിശബ്ദമായ പ്രതീക്ഷ നിറഞ്ഞു. മുകളിൽ മേഘവ്യാളി പുഞ്ചിരിച്ചു. അവൻ വെളുത്ത മേഘങ്ങളെല്ലാം ഒരുമിച്ചുകൂട്ടി വലുതായി വലുതായി വന്നു. പിന്നെ ഒരു തുള്ളി മഴ പെയ്തു. പിന്നാലെ മറ്റൊന്ന്. അങ്ങനെ ഗ്രാമം മുഴുവൻ ആ തണുത്ത ജീവൻ നൽകുന്ന മഴയിൽ നൃത്തം ചെയ്തു. ആകാശത്തിന്റെ സമ്മാനങ്ങൾക്കായി എങ്ങനെ ചോദിക്കണമെന്ന് ഇനി ഒരിക്കലും മറക്കില്ലെന്ന് അവർ അന്ന് പ്രതിജ്ഞയെടുത്തു.